CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ വാഗ്വാദം. ന്യൂനപക്ഷത്തോടുള്ള പാർട്ടിയുടെ സമീപനത്തെ ചൊല്ലിയായിരുന്നു തർക്കം. തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്ന് ആരോപിച്ച ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി. മന്ത്രി PA മുഹമ്മദ് റിയാസ്, മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർക്കെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഏത് വിഷയങ്ങളിലാണ് ഈ മന്ത്രി റിയാസിനും മേയർ ആര്യ രാജേന്ദ്രനും എതിരെ വിമർശനങ്ങൾ ഉയർന്നത്? എവിടെയാണ് അംഗങ്ങൾ എന്തുകൊണ്ടാണ് ഒരു വാഗ്വാദത്തിന് വഴി വന്നത്? എവിടെയാണ് കമ്മിറ്റിയിൽ സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായത്? ഗോപികൃഷ്ണൻ, അടിമുടി നാടകീയതയായിരുന്നു CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ. കഴിഞ്ഞ ദിവസം ചേർന്ന CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടന്നത്. ഈ ജില്ലാ സെക്രട്ടറിയും അംഗങ്ങളും തമ്മിലാണ് വാഗ്വാദം ഉണ്ടായത്. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ലെന്ന വിമർശനം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. ഇതിന് ജില്ലാ സെക്രട്ടറി മറുപടി പറയുമ്പോഴാണ് വാഗ്വാദം ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്തതെന്ന വിമർശനത്തെ പ്രീണനമെന്ന് തെറ്റിദ്ധരിച്ച് സെക്രട്ടറി മറുപടി പറഞ്ഞതിനെ അംഗങ്ങൾ ചോദ്യം ചെയ്തു. മറുപടി തിരുത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് തർക്കമുയർന്നത്. അംഗങ്ങൾ ഉന്നയിച്ചത് എന്താണെന്ന് ഉറപ്പാക്കാൻ മിനിറ്റ്സ് പരിശോധിക്കണമെന്ന ആവശ്യവും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സുരാജ് ഇടപെടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വിമർശനം ശരിയായല്ല മനസ്സിലാക്കിയതെന്നും ജില്ലാ സെക്രട്ടറി തിരുത്തണമെന്നും സ്വരാജ് നിർദ്ദേശിക്കുകയും ചെയ്തതോടുകൂടിയാണ് രംഗം ശാന്തമായത്. അതേസമയം ഈ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിനാണ് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോട് വിശദീകരണം തേടിയത്. തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ട്. ആ മുതലാളിയാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നായിരുന്നു കരമന ഹരിയുടെ ആരോപണം. മുതലാളിയുടെ പേര് പറയണമെന്ന് മേൽക്കമ്മിറ്റി പ്രതിനിധി M സ്വരാജ് ശഠിക്കുകയും ചെയ്തു. എന്നാൽ പേര് പറയാൻ കരമന ഹരി കൂട്ടാക്കിയില്ല. ഇതേ തുടർന്നാണ് താക്കീത് ചെയ്ത ശേഷം വിശദീകരണം ആവശ്യപ്പെട്ടത്. അതേസമയം മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. മേയറും KSRTC ഡ്രൈവറുമായുള്ള തർക്കം, മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണെന്ന കുറ്റപ്പെടുത്തലാണ് ചില അംഗങ്ങൾ ഉയർത്തിയത്. പൊതുജനങ്ങൾക്കിടയിൽ മേയറുടെ പെരുമാറ്റം അവമതിപ്പുണ്ടാക്കി. KSRTC മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായെന്നും മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഇന്നത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും മുതിർന്ന അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. അതേസമയം ഈ മന്ത്രി മുഹമ്മദ് റിയാസ് കടകംപള്ളി സുരേന്ദ്രൻ തർക്കത്തിലും വിമർശനമുണ്ടായി. വികസന പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ വിമർശനം ഉന്നയിച്ചാൽ അദ്ദേഹത്തെ കോൺട്രാക്ടറുടെ ബിനാമിയാക്കുന്നത് ശരിയാണോ എന്നാണ് ഒരംഗം അഭിപ്രായപ്പെട്ടത്. മന്ത്രി ജില്ലയിലെ പാർട്ടിയുടെ നേതാവിനെയും ജനപ്രതിനിധിയെയും കരുതലിൽ നിർത്തി മാധ്യമങ്ങളിൽ വിവാദത്തിന് വഴിമരുന്നിട്ടെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായി. ഗോപികൃഷ്ണൻ. ഷഫീദ്, ഇന്ന് ഈ തിരുവനന്തപുരം CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ ഒറ്റപ്പെട്ട വിമർശന സ്വരമായിട്ടാണോ കാണേണ്ടത്, അതല്ല ഒരു കൂട്ടായ അഭിപ്രായമായിട്ടാണോ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന CPMന്റെ ജില്ലാ നേതൃയോഗങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മന്ത്രിമാർക്കെതിരെ ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യാപകമായ വിമർശനം ഉയരുകയാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും സമാനമായ വിമർശനം കഴിഞ്ഞ 2 ദിവസമായി ഉയരുന്നുണ്ട്. തിരുത്തൽ നടപടിയിലേക്ക് പാർട്ടി കടക്കണം എന്നുള്ള ആവശ്യം അത് മിക്ക ജില്ലാ നേതൃയോഗങ്ങളിലും അംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അതിന് എതിർ ശബ്ദങ്ങൾ ഉയരുന്നില്ല, അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങൾ വരുന്നില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ സമീപകാല ചരിത്രത്തിൽ CPMന്റെ ജില്ലാ നേതൃയോഗങ്ങളിൽ ഇങ്ങനെ ഒരു വ്യാപക കുറ്റപ്പെടുത്തൽ ഇതിനു മുൻപ് ഉയർന്നിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി അത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ളൊരു അഭിപ്രായം അത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നു. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ, KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ, അങ്ങനെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ നടത്തുന്ന ചില കാര്യങ്ങൾ അത് ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടി പാർട്ടിയിൽ ഉയരുന്നുണ്ട്. അതൊരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടൊരു തിരുത്തൽ പ്രക്രിയയ്ക്ക് വഴിമരുന്നിടാം. ഗോപികൃഷ്ണൻ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ മന്ത്രി മുഹമ്മദ് റിയാസിനും മേയർ ആര്യ രാജേന്ദ്രനുമെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളും ആരോപണങ്ങളും അത് സ്വാഭാവികമായും വാഗ്വാദത്തിന് ഇടവരുത്തി എന്നതാണ് ഷഫീദ് റാവുത്തറിന്റെ തിരുവനന്തപുരത്തുള്ള റിപ്പോർട്ടിൽ പറയുന്നത്.